ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ടൈമർ എന്ന മെത്തേഡിനെ കുറിച്ചാണ്. ഒരു നിശ്ചിത സമയം വരെ ഒരു പ്രവൃത്തിയെ നിർത്തുകയോ അല്ലെങ്കിൽ തുടങ്ങുകയോ ചെയ്യുന്നതിന് വേണ്ടിയാണ് ടൈമർ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ വെബ് പേജിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം ഇനി തൊട്ട് തുടങ്ങണം, അതല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത ടൈം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക, അതല്ലെങ്കിൽ ആ ടൈം വെച്ച് അത് അവസാനിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടൈമർ ഉപയോഗിക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് ടൈമർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു പേജ് ലോഡ് ചെയ്യുന്നത് താമസിപ്പിക്കാനോ അതുപോലെ തന്നെ അത് താൽക്കാലികമായിട്ട് നമുക്ക് ഒരു നിശ്ചിത സമയം വരെ നിർത്തി വെക്കാനോ നമുക്ക് ഉപയോഗിക്കാം, ടൈമർ ഉപയോഗിക്കാം. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു വെബ് പേജിൽ ഏതെങ്കിലും ഒരു അഡ്വർടൈസ്മെൻറ്റ്, ഒരു പരസ്യം നമുക്ക് ഓരോ 2 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ കൂടുമ്പോൾ നമുക്കത് മറ്റൊരു പരസ്യമാക്കി മാറ്റുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പരസ്യങ്ങളിൽ എന്തെങ്കിലും അഡീഷണലായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക, ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വെബ് പേജിൻ്റെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ടൈമർ ഉപയോഗിക്കുന്നത്. ഇതിന് 2 മെത്തേഡാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്: സെറ്റ് ഇൻ്റർവെല്, അതേപോലെ തന്നെ സെറ്റ് ടൈം ഔട്ട്. സെറ്റ് ഇൻ്റർവെല് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയം നമുക്കിത് സെറ്റ് ചെയ്യാം. സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെറ്റ് ചെയ്ത ടൈമർ നമുക്ക് അവിടെ വെച്ച് ക്ലിയർ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ടൈമർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ടൈമർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് പ്രോഗ്രാമും അതെങ്ങനെ നമ്മുടെ വെബ് പേജിൽ വർക്ക് ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തു. മുമ്പ് സ്ക്രീനിലുണ്ടായിരുന്നതെല്ലാം ഞാൻ ഇവിടുന്ന് ഒഴിവാക്കി. അതിനുശേഷം നമ്മളിവിടെ വന്ന് HTML എന്ന് എഴുതി. ഇനി നമുക്കിതിലേക്ക് സ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ആദ്യം തന്നെ നമ്മളൊരു ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫംഗ്ഷൻ്റെ പേര് ആഡ് എന്ന് ചേർത്ത് കൊടുത്തു. എന്ത് പേര് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ആഡ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് ഈ ആഡ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ചേർത്ത് കൊടുത്തു. വെൽക്കം ടു ജെസ്, എന്ത് മെസ്സേജാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ താഴെ ഈ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ താഴെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ നിന്നൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ബട്ടൺ നമ്മളൊരു ഓൺ ക്ലിക്ക് ചേർത്ത് കൊടുക്കണം. അതായത് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സെറ്റ് ടൈം ഔട്ട് എന്ന ഫംഗ്ഷനെ നമുക്ക് ഇവിടുന്ന് കോൾ ചെയ്യണം. സെറ്റ് ടൈം ഔട്ട് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഏത് ഫംഗ്ഷനാണ് നമ്മൾ ആദ്യം കോൾ ചെയ്യേണ്ടത്, ആഡ് എന്നുള്ള ഫംഗ്ഷന്. എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അതിനെ കോൾ ചെയ്യേണ്ടത്, എത്ര സെക്കൻഡ്, 3 സെക്കൻഡ്, അതായത് 3000 മില്ലി സെക്കൻഡ് കൊടുത്താൽ 3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ആഡ് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യണമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റായിട്ട് ഞാനിവിടെ വന്ന് ക്ലിക്ക് ഹിയർ എന്നും ചേർത്ത് കൊടുത്തു. എന്താണോ നമുക്ക് മെസ്സേജ് വേണ്ടത് അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിക്കാം. ഞാൻ ലൈവ് സെർവർ വെച്ചിട്ട് റൺ ചെയ്യിപ്പിക്കുന്നു. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ലൈവ് സെർവർ വെച്ച് റൺ ചെയ്യിച്ചു. ഇനി ജസ്റ്റ് ഈ മെസ്സേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു 3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ മെസ്സേജ് ഇവിടെ സ്ക്രീനിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നൊരു സിമ്പിൾ എക്സാമ്പിളാണ് ചെയ്തത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, സെറ്റ് ഇൻ്റർവെൽ എന്നൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാം ചെയ്യുന്നത്. നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെ HTML എന്ന് എഴുതി. അതിനുശേഷം നമ്മളിവിടെ സ്ക്രിപ്റ്റ് എന്ന് എഴുതി. ഇതിനുള്ളിൽ നമ്മളൊരു ഫംഗ്ഷന് കൊടുത്തു. ഫംഗ്ഷൻ്റെ പേര് ആഡ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഈ ഫംഗ്ഷൻ്റെ ബോഡിക്കുള്ളിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിൻ്റെ പേര് സിസ്റ്റം ഡേറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ന്യൂ ഡേറ്റ്, അതായത് നമുക്ക് കറക്റ്റ് ഈ സമയത്തുള്ള ഡേറ്റിന് നമുക്ക് കിട്ടാനാണ് ന്യൂ ഡേറ്റ്, അതായത് ഈ സിസ്റ്റം ഡേറ്റിൻ്റെ ഒരു ഡേറ്റ് ഫംഗ്ഷനിലേക്കായി മാറ്റുകയാണ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് നമുക്കൊരു വാല്യൂ പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID, എവിടെയാണോ നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് ആ എലമെൻറ്റിൻ്റെ ID ആണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനതിന് ക്ലോക്ക് എന്നാണ് ചേർത്ത് കൊടുത്തത്. ഡോട്ട് ഇന്നർ HTML, അതായത് നമ്മൾ അവിടെ ഏത് മെസ്സേജാണോ നമുക്ക് ആ ക്ലോക്ക് എന്നുള്ള ID നിൽക്കുന്ന സ്ഥാനത്ത് വരേണ്ടത് നമ്മളിവിടെ കൊടുത്ത സിസ്റ്റം ഡേറ്റ് ഡോട്ട് ടു ലോക്കൽ സ്ട്രിങ്
എന്ന് പറഞ്ഞാൽ നമുക്കതിൽ എന്ത് ചെയ്യണം, ഒരു സ്ട്രിങ്ങിലായിട്ട് കറക്റ്റ് ഡേറ്റ് എത്രയാണോ അല്ലെങ്കിൽ ടൈം എത്രയാണോ അത് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യണം. ഇത്രയും ചെയ്തതിന് ശേഷം ഈ ഫംഗ്ഷൻ്റെ പുറത്തായിട്ട് നമുക്കൊരു സെറ്റ് ഇൻ്റർവെൽ എന്നതിനെ കോൾ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന് സെറ്റ് ഇൻ്റർവെൽ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളവിടെ മുകളിൽ കൊടുത്ത ആ ഫംഗ്ഷൻ്റെ പേരെന്താണോ അത് നമ്മൾ ചേർത്ത് കൊടുത്തു. എന്നിട്ടൊരു കോമ ഇട്ടതിന് ശേഷം നമുക്കത് 4 സെക്കൻഡ് കൂടുമ്പോഴാണ് നമുക്ക് അതിലെ ടൈം ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ 4 സെക്കൻഡ് നമ്മളിവിടെ 4000 മില്ലി സെക്കൻഡ് നമ്മൾ ചേർത്ത് കൊടുത്തു. അതായത് 4 സെക്കൻഡ് കൂടുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഡാറ്റാസ് നമുക്ക് ചേഞ്ച് ചെയ്ത് വരണം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ജസ്റ്റ് ടൈം ഒന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മളിവിടെ വന്ന് കറൻറ്റ് ടൈം ഡേറ്റ് ആൻഡ് ടൈം എന്ന് ചേർത്തു. ഡേറ്റ് ആൻഡ് ടൈം, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലെ കറക്റ്റ് ഡേറ്റും ടൈമും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അപ്പോൾ ആ ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യാൻ ഞാനിവിടെ വന്ന് സ്പാൻ വെച്ചിട്ടാണ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത്. സ്പാൻ, ഇതിൻ്റെ ഐ ഡി എന്നുള്ളത് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, നേരത്തെ നമ്മൾ മുകളിൽ കൊടുത്തിരുന്ന ഐ ഡി ക്ലോക്ക് എന്ന് ചേർത്ത് കൊടുക്കുന്നു. എന്നാൽ മാത്രമേ നമ്മൾ ആ കൊടുത്ത ടെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരൂ. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഇത് സേവ് ചെയ്ത് ഞാനൊന്ന് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വന്ന് കറൻറ്റ് ഡേറ്റും ടൈമും നമുക്കിവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓരോ 4 സെക്കൻഡ് കൂടുമ്പോഴും ഇതിൻ്റെ ഉള്ളിലത്തെ ഡേറ്റ് ടൈം നമുക്കിത് ചേഞ്ച് ചെയ്ത് വരും. ഇപ്പോൾ ആ ലാസ്റ്റത്തെ സെക്കൻഡ് നമുക്ക് ഓരോ 4 സെക്കൻഡ് കൂടുമ്പോഴും നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ വാല്യൂസ് ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്ത് വരും. ഇതുപോലെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ മുമ്പ് ചെയ്തതെല്ലാം ഒഴിവാക്കുന്നു. അതിനുശേഷം HTML എന്ന് എഴുതി. എന്നിട്ട് നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഫംഗ്ഷന് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഫംഗ്ഷൻ്റെ പേര് നമ്മളിവിടെ വന്ന് ആഡ് എന്ന് ചേർത്ത് കൊടുത്തു. ഇഷ്ടമുള്ള പേരെന്താണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്താണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഡോക്യുമെൻ്റ് .write എന്നിട്ട് ഇവിടെ ഒരു മെസ്സേജ് ചേർത്ത് കൊടുത്തു. വെൽക്കം ടു JS എന്നൊരു മെസ്സേജ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ താഴെ നമ്മളൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുകയാണ്. സ്ക്രിപ്റ്റിന് താഴെയായിട്ടൊരു ബട്ടണ് കൊടുത്തു. ബട്ടണ് നമ്മൾ ഓൺ ക്ലിക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് സെറ്റ് ഇൻ്റർവെൽ, നമ്മളിവിടെ ഒരു സെറ്റ് ഇൻ്റർവെൽ സെറ്റ് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ ആഡ് എന്നുള്ള ഫംഗ്ഷൻ ആദ്യം കോൾ ചെയ്തു. ഏതാണ് 4 മില്ലി സെക്കൻഡ്, അതായത് 4 സെക്കൻഡ് കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷൻ അങ്ങനെ കോൾ ചെയ്ത് വെക്കണം. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് സ്ക്രീനിൽ ആദ്യം തന്നെ ഒരു മെസ്സേജ് വരാൻ ഞാനിവിടെ വന്ന് ക്ലിക്ക് ഹിയർ എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത് സേവ് ചെയ്തൊന്ന് റൺ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മളിതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് 4 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിവിടെ വന്ന് വെൽക്കം ടു JS എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഇനി ഓരോ 4 സെക്കൻഡ് കൂടുമ്പോഴും ആ വെൽക്കം ടു JS എന്നിങ്ങനെ ഉള്ളത് അതങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്ത് വരും. ഓരോ തവണ ഇതിങ്ങനെ 4 സെക്കൻഡ് കൂടുമ്പോഴും സ്ക്രീനിൽ നമുക്ക് എന്തായിരിക്കും, അതങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വരികയായിരിക്കും ചെയ്യും. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ടൈമർ എങ്ങനെ വർക്ക് ചെയ്യാമെന്നും എങ്ങനെയാണ് നമ്മുടെ സ്ക്രീനിൽ ടൈമർ വർക്ക് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.